ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പള്ളിക്കര എന്ന ജംഗ്ഷനിനോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു ബഡ്ജറ്റ് വില്ലയിലാണ് നമ്മളിന്നുള്ളത്. 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കൂടാതെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 12 കിലോമീറ്ററുമാണ് വരുന്നത്. നല്ലൊരു കണ്ടംപററി സ്റ്റൈൽ ബോക്സ് ടൈപ്പ് എലവേഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒത്തിരി വില്ലകളും അതിൽ നിറയെ താമസക്കാരുമുള്ള നല്ലൊരു വില്ല കമ്മ്യൂണിറ്റി തന്നെയാണിത്. ഏകദേശം 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. 4 മടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോൾഡിംഗ് ഗേറ്റുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ബൈക്കും മറ്റും വെക്കുന്നതിനായിട്ടുള്ള സൗകര്യവും ഈ വീടിന്റെ മുന്നിലായി നമുക്ക് അവൈലബിൾ ആണ്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഗ്രാനൈറ്റിൽ പണിയെടുപ്പിച്ചിരിക്കുന്ന 1-2 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ നേരെ ഈ വീടിന്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വുഡൻ ഫിനിഷൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. മനോഹരമായി തന്നെ ഈ ലിവിംഗ് ഏരിയയിൽ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീടിന്റെ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ ഇടാവുന്നതാണ്. ഒരു ബഡ്ജറ്റ് വീടിനെ സംബന്ധിച്ച് അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ എതിർവശത്തായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാക്കി തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് ലൈറ്റ് മിറർ സെറ്റ് ചെയ്ത് സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സോട് കൂടിയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ക്ലോസ്ഡ് കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡാർക്ക് ഗ്രേ കളറിലാണ് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഒരു L ഷേപ്പ് വരുന്ന രീതിയിൽ വളരെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ അടുക്കള നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളവും 11 അടിയോളം വീതിയും വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ചെറിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഷീറ്റുകൾ കൊണ്ട് റൂഫ് ടോപ്പ് മറച്ച് തുണികളൊക്കെ വിരിച്ചിടാൻ പറ്റുന്ന രീതിയിൽ ഭംഗിയാക്കി തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ള സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. താഴത്തെ നിലയിലതുപോലെ തന്നെ ഏകദേശം 12 അടിയോളം നീളവും 11 അടിയോളം വീതിയും വരുന്ന ബെഡ്റൂമാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിലും നൽകിയിട്ടുണ്ട്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ബാക്കി 2 ബെഡ്റൂമുകളെ സംബന്ധിച്ച് അല്പം ചെറിയൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. 10 അടി നീളവും ഏകദേശം 8.5 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ഇവിടെയും 2 പാളികളുള്ളൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്.
നമ്മൾ ഇനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. അല്പം ഭാഗം കവേർഡ് ഏരിയയും അല്പം ഭാഗം ഓപ്പൺ ഏരിയയുമാക്കിയാണ് ഇവിടെ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ടോപ്പ് കൊടുത്ത് സേഫാക്കി തന്നെയാണ് ബാൽക്കണി കവർ ചെയ്തിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് വീടിൻ്റെ എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ വിലയൊന്ന് നോക്കാം. 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 57 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. കാക്കനാടടുത്തായി നല്ലൊരു ബഡ്ജറ്റ് വില്ല നോക്കുന്നവർക്ക് തീർച്ചയായും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വീട്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.